സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിപ്ലവത്തിന്റെ തന്ത്രവും അതിന്റെ കാതലായ വിഷയങ്ങളും സംബന്ധിച്ച വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരുന്നത്. ഭരണകൂടത്തിന്റെ സ്വഭാവം എന്തെന്ന് സംബന്ധിച്ച തർക്കമായിരുന്നു CPIMന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ അതിന്റെ പാർട്ടി പരിപാടിയാണ്. പാർട്ടി പരിപാടിയുടെ ഹൃദയം എന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവം നിർണ്ണയിക്കലാണ്. രണ്ടാമത്തത് വിപ്ലവത്തിന്റെ ഘട്ടം നിശ്ചയിക്കലാണ്. മൂന്നാമത്തത് വിപ്ലവ മുന്നണിയിൽ അണിനിരക്കേണ്ട വർഗങ്ങളും അതിന്റെ നേതൃത്വവും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഇത് ലോകത്ത് എവിടെയായാലും ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അങ്ങനെ തന്നെയാണ് പരിപാടി തയ്യാറാക്കുക. ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവം നിർണ്ണയിച്ചാലേ വിപ്ലവഘട്ടം നിശ്ചയിക്കാനാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സാമൂഹ്യ മാറ്റത്തിനായിട്ടുള്ള വിപ്ലവം നടത്താനുള്ള വർഗങ്ങളുടെ ജനങ്ങളുടെ വിപ്ലവ മുന്നണിയിൽ ആരെല്ലാമാണ് അണിനിരക്കേണ്ടത്, ആരെല്ലാമാണ് അണിനിരത്താനാവുക എന്നത് നിശ്ചയിക്കുന്നത് ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവം വിപ്ലവത്തിന്റെ ഘട്ടമായ ജനകീയ ജനാധിപത്യ വിപ്ലവം, ഇന്ത്യൻ വിപ്ലവത്തിന്റെ ഘട്ടം ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് നേരത്തെ നിശ്ചയിച്ചു വെച്ചിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1951. ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവം, വിപ്ലവത്തിന്റെ ഘട്ടമായ ജനകീയ ജനാധിപത്യ വിപ്ലവം, അതിനായുള്ള ജനകീയ ജനാധിപത്യ മുന്നണിയിൽ അണിനിരക്കേണ്ട വിഭാഗങ്ങൾ, അതിന്റെ നേതൃത്വം എന്നീ സുപ്രധാനമായ കാര്യങ്ങളിലെല്ലാം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉയർന്നു വന്ന ആശയ സംഘർഷങ്ങളാണ് അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPI, CPIM, CPIML എന്നീ പാർട്ടികളുടെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. 1964 CPIMന്റെ പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് ഈ കാര്യങ്ങളിൽ ശരിയായ നിലപാട് CPIM സ്വീകരിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയ ആശയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ 1950കളിൽ 1951 ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന വിപ്ലവ ഘട്ടമായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നത്. ഈ നിലപാട് തന്നെയാണ് പിന്നീട് CPIM തുടരുകയും ചെയ്തത്. എന്നാൽ CPI ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് പകരം ദേശീയ ജനാധിപത്യമാണ് അവതരിപ്പിച്ചത്. തൊഴിലാളി വർഗത്തിനും ബൂർഷ്വാസിക്കും കൂട്ടായ നേതൃത്വമുള്ള ദേശീയ ജനാധിപത്യ മുന്നണി, ദേശീയ ജനാധിപത്യ ഗവൺമെന്റ് എന്നിവയായിരുന്നു CPI അംഗീകരിച്ചിരുന്ന കാര്യം. ഇതാണ് കോൺഗ്രസുമായി പിന്നീട് ഐക്യമുണ്ടാക്കുക എന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് CPI എത്തിച്ചത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടായിരുന്നു. CPIM പറഞ്ഞു, ഇന്ത്യൻ ഭരണകൂടം ഭൂപ്രഭു വർഗത്തിന്റെ ഉപകരണമാണ്. ഈ വർഗത്തിന്റെ നേതാവ് വൻകിട ബൂർഷ്വാസിയാണ്. വൻകിട ബൂർഷ്വാസി വിദേശ ഫൈനാൻസ് മൂലധനവുമായി കൂടുതൽ സഹകരിക്കുകയാണ്. ഇന്ത്യൻ ഭരണകൂടം അതിന്റെ മുൻകൈയിൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ മുതലാളിത്തം കെട്ടുപടുത്തുകൊണ്ടിരിക്കുകയാണ്. പഴയ സാമൂഹ്യ വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങളെ ഇല്ലാതെയാക്കിയാണ് പുതിയ സാമൂഹ്യ വ്യവസ്ഥ വളർച്ച പ്രാപിക്കുക. അത് അടിസ്ഥാന തത്വമാണ്. അടിമത്തത്തിന്റെ അവശിഷ്ടങ്ങളെ തകർത്തുകൊണ്ടാണ് ലോകത്താകെ ഫ്യൂഡലിസം ഉയർന്നു വന്നത്. അതുപോലെ തന്നെ ഫ്യൂഡൽ അവശിഷ്ടങ്ങളെ ഇല്ലാതെയാക്കിയായിരുന്നു മുതലാളിത്ത വികസനത്തിനായി ലോകത്താകെ ബൂർഷ്വാസി മുതലാളിത്ത വർഗം അക്കാലത്ത് നേതൃത്വം കൊടുത്തത്. അതായത് ഫ്യൂഡൽ ബന്ധങ്ങളെ സമ്പൂർണമായി അവസാനിപ്പിച്ച് മുതലാളിത്ത വികസനത്തിന് കളമൊരുക്കുക എന്ന ലോകത്താകെ ബൂർഷ്വാസി ചെയ്ത, മുതലാളി വർഗം ചെയ്ത പ്രക്രിയയെ ജനാധിപത്യ വിപ്ലവം എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഭൂപ്രഭുക്കളുമായി ബ്രിട്ടീഷുകാർ അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സഖ്യമുണ്ടാക്കി. സ്വാതന്ത്ര്യാനന്തരവും ഇന്ത്യൻ ബൂർഷ്വാസി, ഇന്ത്യൻ ഭരണകൂടം അത് തുടർന്നുകൊണ്ടേ പോയി. ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നത് തടയുന്നതിന് ബൂർഷ്വാസിയും ഭൂപ്രഭുത്വവുമുള്ള ഈ കൂട്ടുകെട്ടും സന്ധിയുമെല്ലാമാണ് ഇന്ത്യ രാജ്യത്ത് തടസ്സമായി നിന്നത്. ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഫ്യൂഡലിസത്തിന്റെ അടിത്തറ മാന്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇതാണ് ഈ ഭൂപരിഷ്കരണം നടപ്പിലാവാതിരുന്നതാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ആഭ്യന്തര വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിന്നതും ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നതും. ഈ ഫ്യൂഡൽ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന ഇത്തരമൊരവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര കമ്പോളത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായ ഭൂമി കുന്നുകൂടി കിടക്കുകയാണ്. രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഭൂരഹിതരായ ആളുകൾ, അവരുടെ കയ്യിൽ സമ്പത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പണവുമില്ല. ഇത് അവരുടെ വാങ്ങൽ ശേഷിയെ ഇല്ലാതെയാക്കുകയാണ്. ഇന്ത്യയിലെ
മുതലാളിത്ത പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൃത്യമായി വിശകലനം ചെയ്യുകയുണ്ടായി. അതായത് മുതലാളിത്തം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള വാങ്ങൽ ശേഷി ഇന്ത്യക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഫ്യൂഡലിസത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതെയാക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. അപ്പോ ഇന്ത്യൻ ബൂർഷ്വാസി നിർവഹിക്കാത്ത ജനാധിപത്യ വിപ്ലവത്തിന്റെ കടമ തൊഴിലാളി വർഗവും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും നിർവഹിക്കേണ്ടി വരുന്നു. അതിനാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ഭരണവർഗം തുടർന്ന സാമ്പത്തിക നയത്തിന്റെ ഈ വർഗ സ്വഭാവം വൻകിട ബൂർഷ്വാസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ മുതലാളി വർഗ ഭൂപ്രഭു കൂട്ടുകെട്ടിന്റെ ചൂഷണം ഏറ്റവും ഉയർന്ന രീതിയിൽ മൂർച്ഛിപ്പിക്കുന്ന നിലയുണ്ടായി. ഇത് ഇന്ത്യ രാജ്യത്ത് കുത്തകകളുടെ വളർച്ച അതിവേഗത്തിലാക്കി. ഇന്ത്യൻ കുത്തകകൾ ശക്തിയാർജിക്കുകയും അവർ ബാങ്കിംഗ് മൂലധനവും വ്യാവസായിക മൂലധനവും എല്ലാം ഒന്നിച്ചു ചേർന്ന ഫൈനാൻസ് മൂലധനവുമായി കൂടുതൽ സന്ധി ചെയ്യുകയും അടുക്കുകയും ചെയ്യുന്ന നിലയുണ്ടായി. ഇത് ആഭ്യന്തര വ്യവസായങ്ങളെ ദുർബലപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിച്ചു. ഈ സാഹചര്യങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ് 1964 CPIMന്റെ പാർട്ടി പരിപാടി ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് വിശദീകരിച്ചത്. മുതലാളിത്ത വികസന പാത പിന്തുടരുന്നതിനായി വിദേശ ഫൈനാൻസ് മൂലധനവുമായി കൂടുതൽ സഹകരിക്കുന്നതും വൻകിട ബൂർഷ്വാസിയാൽ നയിക്കപ്പെടുന്നതുമായ ഭൂപ്രഭു വർഗത്തിന്റെ ഉപകരണമാണ് ഇന്ത്യൻ ഭരണകൂടം എന്ന് CPIM അതിന്റെ പാർട്ടി പരിപാടിക്കകത്ത് വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച ശരിയായ വിലയിരുത്തൽ നടത്തി. എന്നാൽ CPI ഇതേ കാലത്ത് തന്നെ അതിന്റെ ബോംബെയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഭരണകൂടത്തെ നിർവഹിച്ചത് ഈ നിലയിലായിരുന്നു. ദേശീയ സമ്പദ്ഘടനയിലെ ഉൽപാദനം, വിതരണം, വിനിമയം എന്നിവയിൽ മുതലാളിത്ത സമ്പ്രദായം ഉയർത്തിപ്പിടിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ദേശീയ ബൂർഷ്വാസിയുടെ വർഗാധിപത്യത്തിന്റെ ഉപകരണമാണ് ഇന്ത്യൻ ഭരണകൂടം എന്നായിരുന്നു CPIയുടെ വിശകലനം. ഇതനുസരിച്ച് കുത്തക മുതലാളിത്തമോ നാടുവാഴിത്തമോ ഭരണകൂടത്തിൽ പങ്കാളികളെ അല്ല, ഭരണകൂടത്തിലുള്ളത് ദേശീയ ബൂർഷ്വാസി മാത്രമാണ് എന്നതായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ CPIക്ക് ഈ നിലപാടുമായി മുന്നോട്ട് പോകാനായില്ല. അടിയന്തരാവസ്ഥയും കോൺഗ്രസ് സ്വീകരിച്ച സമീപനങ്ങളുമെല്ലാം ഈ ഒരു കാഴ്ചപ്പാട് തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിയിച്ചു. ഇന്ത്യയിലെ മുതലാളി വർഗം സാമ്രാജ്യത്വവുമായി തങ്ങൾക്കുള്ള തർക്കങ്ങൾ സമ്മർദ്ദം ചെലുത്തിയും വിലപേശിയും ഒത്തുതീർപ്പുണ്ടാക്കിയാണ് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ഇത് ഏറ്റവും ശക്തമായ നിലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ബൂർഷ്വാസി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വിദേശ ഫൈനാൻസ് മൂലധനവുമായി കൂടുതൽ സഹകരിക്കുകയാണ് ഇന്ത്യൻ മുതലാളിത്തം അന്നും ഇന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മുതലാളിത്തത്തിന് ദ്വിമുഖമായ രണ്ട് നിലയിലുള്ള സ്വഭാവമുണ്ട് എന്ന് CPIM സ്വീകരിച്ച നിലപാട് CPI അംഗീകരിച്ചിരുന്നില്ല എന്നർത്ഥം. എന്നാൽ CPI കുത്തകയല്ലാത്തതും കുത്തകയായതുമായ ഇന്ത്യൻ ബൂർഷ്വാസിക്ക് സാമ്രാജ്യത്വ മൂലധനത്തോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ള നിലയിലായിരുന്നു വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് 1968ലും 2015ലും CPIക്ക് ഈ വിലയിരുത്തൽ തന്നെ മാറ്റം വരുത്തേണ്ടി വന്നു. ഇന്ത്യയിലെ മുതലാളിത്തം വളർന്നതും പിച്ചവെച്ചതും എല്ലാം ഭരണകൂടത്തിന്റെ പൂർണ്ണമായ സഹായത്തോടു കൂടിയായിരുന്നു. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുതലാളിത്തത്തിന് വളരാൻ പൊതുമേഖല അത്യാവശ്യമായിരുന്നു. സർക്കാർ ഇടപെട്ടായിരുന്നു ഈ ഒരു വികസനത്തിനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുത്തത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വികസന പാത ഇന്ത്യൻ മുതലാളിമാർ ചേർന്നുണ്ടാക്കിയ ബോംബെ പ്ലാൻ അനുസരിച്ചായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് തങ്ങൾക്ക് വളരാനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ സർക്കാർ ചെലവിൽ പൊതുമേഖലയിൽ നടപ്പിലാക്കി തരണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണവർഗത്തിന് നേതൃത്വം നൽകുന്ന വൻകിട ബൂർഷ്വാസി ഈ മുതലാളിത്ത വളർച്ചയുടെ മുഖ്യ ഗുണഭോക്താവായി മാറുകയും അവരുടെ ആസ്തി ഭീമാകാരമായ നിലയിലേക്ക് വർദ്ധിക്കുകയും ചെയ്യുകയാണ് പിന്നീടുണ്ടായത്. അന്ന് ജനങ്ങളുടെ ചെലവിൽ നാടിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് അവർ വളരാനിടയായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഇന്ത്യൻ ഭരണകൂടം ഇന്ന് അതേ പൊതുമേഖലയെ മൊത്തമായി വിഴുങ്ങാൻ അവർ വളർന്നു വന്നപ്പോൾ അതിനുള്ള വഴിയൊരുക്കി കൊടുക്കുന്ന നിലയിലേക്ക് മാറി എന്നർത്ഥം. അതായത് ഇന്ത്യയിലെ കുത്തക ബൂർഷ്വാസിയുടെ ഉപകരണമായി ഇന്ത്യയിലെ ഭരണകൂടം അക്കാലത്തും ഇക്കാലത്തും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം.
CPIM-ന്റെ ഈ ഒരു കാഴ്ചപ്പാട് ഏറ്റവും ശരിയായിരുന്നു എന്ന് തന്നെയാണ് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM പറയുന്നു, കുത്തക ബൂർഷ്വാസിയാണ് ഇന്ത്യൻ ഭരണകൂടത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ വിപ്ലവം കുത്തക വിരുദ്ധമാണ്. ഭൂപ്രഭുത്വവുമായി അത് സന്ധി ചെയ്യുകയാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപ്ലവം ഫ്യൂഡൽ വിരുദ്ധമാണ്. വിദേശ ഫൈനാൻസ് മൂലധനവുമായുള്ള സഹകരണമാണ് ഭരണകൂടത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട മൗലികമായ സ്വഭാവം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ വിപ്ലവം സാമ്രാജ്യത്വ വിരുദ്ധമാണ് എന്നാണ് CPIM ശരിയായ നിലയിൽ വിലയിരുത്തുന്നത്. ഭരണകൂടത്തെ വിലയിരുത്തുന്നതിൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടിലെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് ഏറ്റവും പ്രധാനമാണ്. ദേശീയ ബൂർഷ്വാസി സ്വതന്ത്രമായ മുതലാളിത്ത വികസന പാത ഏറ്റെടുക്കുമെന്നായിരുന്നു CPI കരുതിയിരുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തെ നയിക്കുന്നത് വൻകിട ബൂർഷ്വാസിയാണെന്ന കാര്യം CPI അംഗീകരിച്ചിരുന്നില്ല. ഭൂപ്രഭു സഖ്യത്തെയും അവര് കണ്ടിരുന്നില്ല. ഇന്ത്യൻ ബൂർഷ്വാസിക്ക് ഇരട്ട സ്വഭാവം ഉണ്ടെന്ന കാര്യം CPIക്ക് അംഗീകരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ 2 തവണ അവർക്ക് അവരുടെ അടിസ്ഥാന നിലപാടിൽ തന്നെ മാറ്റപ്പെടുത്തേണ്ടി വന്നു. മുതലാളിത്ത വികസനത്തെ തന്നെ നിരാകരിക്കുക എന്നുള്ളതായിരുന്നു CPIML-ന്റെ ധാരണ. സ്വതന്ത്ര ഇന്ത്യയെ അവർ അർദ്ധ ഫ്യൂഡൽ അർദ്ധ കൊളോണിയൽ സമൂഹം എന്നാണ് വിശേഷിപ്പിച്ചത്. നക്സലൈറ്റുകളുടെ കാഴ്ചപ്പാടിൽ വിപ്ലവഘട്ടം സ്വാതന്ത്ര്യപൂർവ്വഘട്ടത്തെ സാമ്രാജ്യത്വ വിരുദ്ധവും ഫ്യൂഡൽ വിരുദ്ധവുമായി തുടരുന്ന നിലയിൽ തന്നെയാണ് എന്നുള്ളതായിരുന്നു അവരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ ഭരണവർഗം കോൺബ്രദോർ ബൂർഷ്വാസിയാണ് എന്ന കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെച്ചത്. സ്വന്തം രാജ്യത്ത് സ്വതന്ത്രമായ വ്യവസായവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കാതെ വിദേശ മുതലാളിമാരുമായി കൂട്ടുചേർന്ന് അവരുടെ വെറും കമ്മീഷൻ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് എന്ന് ML പാർട്ടികൾ അക്കാലത്ത് വിശദീകരിച്ചു. അതായത് തദ്ദേശീയ ഉൽപാദനത്തിൽ നേരിട്ട് താല്പര്യമെടുക്കാതെ വിദേശ മുതലാളിമാരുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ച് ലാഭത്തിൽ പങ്കുപറ്റാൻ ശ്രമിക്കുന്ന ചൈനയിലെ ബൂർഷ്വാസിയെ പോലെ തന്നെയാണ് ഇന്ത്യൻ ബൂർഷ്വാസി എന്നവർ തെറ്റായി വിലയിരുത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ ചൈനയിലെ ബൂർഷ്വാസിയുടെ സവിശേഷത സംബന്ധിച്ച് മൗസേതോങ് വിശദീകരിച്ച കാര്യം ഇന്ത്യൻ ബൂർഷ്വാസിയുടെ നിർവചനമാക്കി മാറ്റുകയായിരുന്നു ML സംഘടനകൾ ചെയ്തത്. അതായത് അർദ്ധ കൊളോണിയൽ കാലത്ത് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതിയും നിർമ്മിത ചരക്കുകളുടെ ഇറക്കുമതിയും നടത്തുന്നവരായിരുന്നു കോൺബ്രദോർ ബൂർഷ്വാസി. ഇത് തന്നെയാണ്, ഈ കോൺബ്രദോർ ബൂർഷ്വാസി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ തുടരുന്നത് എന്നുള്ളതായിരുന്നു CPIML-ന്റെ വിലയിരുത്തൽ. ഇത് തെറ്റാണെന്ന് വർത്തമാനകാല ഇന്ത്യയും അന്നത്തെ ഇന്ത്യയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വർഗശത്രുക്കൾ എന്ന് വിളിക്കുന്ന വ്യക്തികളെ വകവരുത്തൽ ഒരു പ്രധാന പരിപാടിയായി ML പാർട്ടികൾ അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടായിരുന്നു. വർഗശത്രുവിനെ വ്യക്തിപരമായി ഉന്മൂലനം ചെയ്ത് ഈ വിപ്ലവം സാധ്യമാക്കാം എന്നവർ കരുതി. എന്നാൽ ഇന്ന് രാജ്യത്തെ അധ്വാനിക്കുന്നവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന അനുഭവങ്ങൾ പരിശോധിച്ചാൽ CPIML പാർട്ടികളുടെ ഈ 2 നിലപാടുകളും തെറ്റാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്നത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നത് ഇത് തന്നെയാണ്. ഇനി സാമൂഹ്യ മാറ്റത്തിനായിട്ടുള്ള വിപ്ലവം നയിക്കേണ്ട വർഗ സഖ്യം സംബന്ധിച്ച കാര്യത്തിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെ കാഴ്ചപ്പാട്, മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാഴ്ചപ്പാടിലെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനാധിപത്യ വിപ്ലവത്തിന്റെ കടമ പൂർത്തീകരിക്കുന്നത് ദേശീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ ആയിരിക്കുമെന്നാണ് CPIയുടെ നിലപാട്. ഇതിന്റെ നേതൃത്വം തൊഴിലാളി വർഗത്തിനായിരിക്കണമെന്ന കാര്യത്തിൽ CPIക്ക് യോജിപ്പില്ല. നേതൃത്വം മുൻകൂട്ടി പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും അതാത് സന്ദർഭത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും ചേർന്ന് നിശ്ചയിച്ചാൽ മതിയാവുമെന്നായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ CPIM തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ ഉറച്ച സഖ്യമാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ നേതൃത്വമെന്ന് പ്രഖ്യാപിച്ചു. അടിസ്ഥാനപരമായി വളരെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഈ 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കുന്ന നിലയാണെന്നുള്ളത് ഈ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് തന്നെയാണ് 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.